ഓഫീസിലാണ് ബാത്റൂമിന്റെ വാതിക്കെ വരെ CCTV വിത്ത് സൗണ്ട് ട്രാക്കിംഗ് വെച്ചിരിക്കുന്നത്. ഇവരെന്ത് കാര്യത്തിനാ ഞങ്ങൾ ആരും അറിയാണ്ട് ഈ സെക്രട്ടേറിയറ്റിൽ പോകുന്നത്? അതിന്റെ ചാർജ് ആരാണ് വഹിക്കുക? അതിന്റെ ട്രാവൽ എക്സ്പെൻസും കാര്യങ്ങളും ആരാണ് വഹിക്കുക? ഇതുവരെ ഒരു കണക്കുകളും ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഒരു കണക്കുകൾ ചോദിച്ചാൽ പറയും താഴെ പോയിട്ട് നോക്കൂ എന്ന് പറയും. ഓരോ ECയിലും ഞങ്ങൾ കണക്കുകൾ ആവശ്യപ്പെടാറുണ്ട്, ഇവർ കണക്കുകൾ ഹാജരാക്കാറില്ല. ഇവരുടെ ട്രാവൽ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളും ചോദിക്കാറുണ്ട്, ചെയ്യാറില്ല. ഞങ്ങളുടെ പ്രസിഡന്റും ഈ പറയുന്ന ടിനി ടോം, സിജോയ്, കൈലാഷ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ നിരവധി ഞങ്ങളുടെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് അനവധി പദ്ധതികളും അതിനുള്ള സ്പോൺസർഷിപ്പ് ആൾക്കാരെയും കൊണ്ടുവരാറുണ്ട്. ഈ സെക്രട്ടറി അതിനൊന്നും അനുവദിക്കാറില്ല. ഇപ്പൊ പറയുന്നത് ഇപ്പൊ ഈ ഇന്നലെയും ഇന്നുമായിട്ട് നടക്കുന്ന ക്യാമ്പയിനിങ് പോലും ജനുവരിയിൽ ഞങ്ങൾക്ക് വന്ന ഓഫറാണ്. ആ ജനുവരിയിൽ വന്നിട്ട് ഇവരുടെ ഉപേക്ഷ കുറ്റം കൊണ്ട് ഈ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഞങ്ങളുടെ സെക്രട്ടറി പ്രസിഡന്റായ ശ്വേത ചേച്ചി വാശി പിടിച്ചിട്ടാണ് ഈ ഒരു കാര്യം ഇപ്പൊ നടത്താനായിട്ട് വില്ലിംഗ് ആയിരിക്കുന്നത്. അവിടെ ഒരു എന്താ പറയാ ഗൂഢസംഘമോ അധോലോക സംഘമോ ഒന്നും അല്ല നടക്കുന്നത്. അവിടെ സമാധാനപരമായിട്ട് ആർട്ടിസ്റ്റുകളാണ്, കലാകാരന്മാരാണ്, അവിടെ സന്തോഷമായിട്ട് പോകേണ്ട ഓഫീസാണ്. ആ ഓഫീസിലാണ് ബാത്റൂമിന്റെ വാതിക്കെ വരെ CCTV വിത്ത് സൗണ്ട് ട്രാക്കിംഗ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ടതല്ലേ? ഇത് ചോദ്യം ചെയ്യുമ്പോഴാണ് ഞങ്ങളൊക്കെ മോശക്കാരാകുന്നത്. ടിനി ടോം മോശക്കാരിയാണ്, ലക്ഷ്മിപ്രിയ ഓൾറെഡി മോശക്കാരിയായി. പിന്നെ എന്റെ ഈ വോയിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 40 മിനിറ്റോളം പ്രസിഡന്റ് 2.5 മണിക്കൂറോളം ഞാനും പ്രസിഡന്റും കൂടി ഈ കാര്യം ചർച്ച ചെയ്യുകയും ഏകദേശം 40 മിനിറ്റോളം ശ്രീമതി നീന കുറുപ്പിനെ ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും അവരും കരഞ്ഞു, ഞാനും കരഞ്ഞു. തെറ്റ് പറ്റിപ്പോയി. എന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത, അങ്ങനെ പറയാൻ പാടില്ലാത്തത് എന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയി. മനുഷ്യനല്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോ അങ്ങനെ ഉണ്ടായി. ഞാൻ പറഞ്ഞതാണ്, അത് ശരി തന്നെയാണ്. പക്ഷേ എന്നിട്ടും അവർ എനിക്കെതിരെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അടുത്ത ദിവസം വേറെ പരാതി കൊടുക്കുന്നതാണ് ഞാൻ കാണുന്നത്. എന്നിട്ടും ഡിസിപ്ലിനറി കമ്മിറ്റി ഇങ്ങനെ മുന്നോട്ട് പോയി. അതിപ്പതേ ഒന്നും അല്ലാത്ത അവസ്ഥയിലായി. എന്നിട്ടും കഴിഞ്ഞ മീറ്റിംഗ് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അവിടെ ടിനി ടോം രാജിവെക്കാനായിട്ട് തുടങ്ങി, ഞാൻ രാജിവെക്കാൻ തുടങ്ങി. എന്തിനാ ഞങ്ങളുടെ പ്രസിഡന്റ് പോലും പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിറങ്ങുന്ന അവസരമുണ്ടായിരുന്നു. അന്ന് ഞാൻ തിരിച്ചു കയറി ചെന്നിട്ട് പറഞ്ഞു, ഇനിയും ഒരവസരം എനിക്ക് കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് ഞാൻ നീന ചേച്ചിയോട് പറഞ്ഞു പോയ കാര്യങ്ങൾക്ക് ഞാൻ എന്താ പറയാ സമസ്താപരാധം പറഞ്ഞ് ഞാൻ മാപ്പ് പറയുകയാണ്. ചേച്ചി എന്റെ മാപ്പ് ഉൾക്കൊള്ളണം എന്ന് എനിക്ക് നിർബന്ധമില്ല, പക്ഷെ എനിക്ക് എല്ലാ അംഗങ്ങളുടെ മുന്നിൽ വെച്ചും പറയണമായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരെ ഹഗ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിനു മുമ്പ് കൈലാഷ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മീഡിയ മുഴുവൻ വന്ന് അവിടെ ഉണ്ടായിരുന്നു, ചേച്ചി ലക്ഷ്മി ഇനി എന്താ ചെയ്യേണ്ടേ, പാലാരിവട്ടത്ത് പോയിട്ട് മൈക്ക് കെട്ടിയിട്ട് പറയുകയാണോ ചെയ്യേണ്ടത്, അത് പറഞ്ഞ് അവർക്ക് ഹേർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് കൈലാഷ് ഇവരുടെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇവരുടെ ആവശ്യം ഓരോരുത്തരെയായിട്ട് പുറത്താക്കുക എന്നുള്ളതാണ്. ഇന്നലെ വളരെ ലാഘവത്തില് അൻസിബ ഹസൻ പറയുന്നുണ്ടായിരുന്നല്ലോ, മെമ്പർഷിപ്പും കട്ട് ചെയ്തിട്ട് ടിനി ചേട്ടനെ പറഞ്ഞു വിടണമെന്ന്. ഇവർക്ക് എല്ലാരും പുറത്താക്കണം എന്നുള്ളതാണ് ഇവരുടെ നടപടി. ആദ്യമായിട്ട് ഞങ്ങളുടെ ജസ്റ്റിൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സെക്യൂരിറ്റി ഗാർഡിനെ യാതൊരു കാരണങ്ങളും ഇല്ലാണ്ട് അദ്ദേഹത്തിനെ പിരിച്ചുവിട്ടു. ഞങ്ങൾക്ക് എത്രയോ കൊല്ലമായിട്ട് ചായ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ജലജ എന്ന് പറഞ്ഞ ചേച്ചീനെ വളരെ നിസ്സാരമായിട്ട് പിരിച്ചുവിട്ടു. ആ കളി അതുല്യയുടെ അടുത്ത് നടന്നില്ല. കാരണം അതുല്യ ഇവരെന്തൊക്കെ ചെയ്തു എന്നുള്ളതാ എനിക്ക് മീഡിയാസിന് കാണിക്കാനായിട്ട് പറ്റില്ല, പക്ഷെ ജനറൽ ബോഡിക്ക് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ജനറൽ ബോഡിയിൽ കൃത്യമായിട്ട് ഞാൻ എന്തിനാണ് അൻസിബയ്ക്ക് കേസ് കൊടുത്തത്, അൻസിബ എന്താണ് എനിക്ക് മെസ്സേജ് അയച്ചത്, എനിക്കിപ്പോ മീഡിയയിൽ കാണിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. കൃത്യമായിട്ട് ജനറൽ ബോഡിയിൽ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കും. എന്തായിരുന്നു സ്റ്റേഷനിൽ നിന്ന് കൺക്ലൂഷൻ വന്നത്, സ്റ്റേഷൻ റിപ്പോർട്ട് എന്താണ് എന്നുള്ളത്. ഈ പറയുന്ന മത തീവ്രവാദമോ ജിഹാദിയോ മതം മാറ്റമോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ കലകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. നമ്മൾക്ക് എന്താണ് ജാതിയും മതവും പറയുമ്പോ എന്റെ എഴുത്തുകളിലൊക്കെ രാഷ്ട്രീയം പറയുമ്പോ ഇവിടെ മതം നോക്കിയിട്ട് തന്നെയാണ് രാഷ്ട്രീയം നിൽക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവാം. എന്നല്ലാതെ നമ്മളാരും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനെയും യാതൊരു വിവേചനവും കാണിക്കാത്ത ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ വീഡിയോ വാളിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രദർശിപ്പിക്കുക തന്നെ ചെയ്യും. ഇനി അടുത്ത ടാർഗറ്റ് ആരെയാണ്? ഞങ്ങളുടെ പ്രസിഡന്റിനെയാണോ നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ കൈലാഷ് ആണോ, സിജോയ് വർഗീസ് ആണോ, ആരിനെയാണ് ഇനി റോണിയാണോ, ഇനി ആരെയാ ഇവർ പറയാൻ പോകുന്നതെന്നാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ കഥകളുടെയും പിന്നിൽ നീന എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നിങ്ങൾ ഭയങ്കര ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആണല്ലോ മാധ്യമ സുഹൃത്തുക്കൾ, നിങ്ങൾ ആരും എന്താ ആ ഒരു കാര്യം നോക്കാത്തത്? എല്ലാത്തിന്റെ പിന്നിൽ ഒരു നീനയുണ്ട്.